വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഈ തമിഴ്നാടിൻ്റെ ഒരു ഡിഷാണ് ഈ തേൻകുഴൽ. അരിമാവിൽ അരി നമ്മളെ പുട്ടിൻ്റെ പരുവത്തിന് പൊടിച്ചിട്ട് തിളച്ച വെള്ളത്തിലിട്ട പരിപാടിയാണ്. ഇത് എണ്ണയല്ല കേട്ടോ, ഇത് വെള്ളത്തിലാണ്. വെള്ളത്തിലിട്ട് അവർ തിളപ്പിച്ചെടുത്തിട്ട് തേനിൽ കുഴൽ, അതായത് തേനിൽ മുക്കിയെടുക്കും. അപ്പോൾ ഇതാണ് തേൻകുഴൽ. നല്ല രസമുണ്ട്. ഇങ്ങനെ ഈ ഒരു ചെമ്പ് പാത്രത്തിൻ്റെ അടിയിൽ ഒരു ഓട്ടയിടും, എന്നിട്ട് ഉള്ളൊരു കറക്കലാണ്. ഈ പഴമക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തമിഴ് വിഭവമാണ് ഈ എന്താ പറയുക, പനംകിഴങ്ങ്. ആവിയിൽ അവരിങ്ങനെ വേവിച്ചെടുക്കും. പനംകിഴങ്ങാണ് നല്ല ഒരു കിഴങ്ങാണ് പനംകിഴങ്ങ്. അപ്പോൾ അതിങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലി പൊളിച്ചിട്ട് വെറുതെ കടിച്ച് കഴിക്കാം. നമ്മൾ ഈ പലതരം ബിസ്ക്കറ്റാണ്, കുക്കീസാണിത്. ഇത് നൺകട്ടുണ്ട്, അങ്ങനെ എല്ലാം കൂടെ ചേർത്തുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇത് 1/2 കിലോ 1 കിലോ ഇങ്ങനെ തൂക്കിനുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ളൊരു പരിപാടിയാണ്. എന്ത് രസം അറിയാം. അതിൽ എരിവുള്ളതുണ്ട്, മധുരമുള്ളതുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് പല കളറിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ നല്ലൊരു ടേസ്റ്റി എന്താണ് ഒരു കുക്കീസാണ് ഈ കാണുന്നത്. അങ്ങനെ അടുത്ത് പല ടേസ്റ്റിലും പല നിറത്തിലുമുള്ള ഹൽവ അല്ലേ, പച്ച, മഞ്ഞ, ചുവപ്പ്, എന്തോരം നിറങ്ങളാണ്. ഓരോ വെറൈറ്റിയാണ്. അതായത് പാൽ ഹലുവ, സേമിയ ഹലുവ, പിന്നെ പൈനാപ്പിൾ ഹലുവ, പപ്പായ ഹലുവ, പിന്നെ ഡേറ്റ്സ് ഹലുവ, അങ്ങനെ വെറൈറ്റി സാധനങ്ങളാണ്, വെറൈറ്റി ഹൽവ. ഇത് തേൻകുഴൽ തന്നെയാണ്. ഒരല്പം വിശദീകരിക്കാം. ഈ എന്താ പറയുക, പണ്ട് ഈ വണ്ടിപ്പലഹാരം എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഇങ്ങനെ വണ്ടിയിൽ, ഈ കണ്ണാടി വണ്ടിയിൽ ഇങ്ങനെ, അതായത് 4 വീല് ഉള്ള ഈ സൈക്കിളിൻ്റെ വലിയ വീല് 4 വീലുള്ള വണ്ടി, അതിൽ കണ്ണാടി മൊത്തം പൊതിഞ്ഞ് നല്ല കളർഫുള്ളായിട്ട് ഈ ബേക്കറിയിലൊക്കെ വലിയ കുപ്പികളിലെങ്ങനെയാണ് ഈ ചില്ലു കുപ്പി ഉണ്ടല്ലോ, അതിങ്ങനെ നിരത്തി വയ്ക്കുമ്പോൾ അതിനുള്ളിൽ ഇതിൻ്റെ ഓരോ വെറൈറ്റീസ്, ലഡു, ബൂന്തി, പിന്നെ എന്താണ് കാരച്ചാവെന്നൊക്കെ പറയുന്ന എരിവുള്ള, പിന്നെ ഈ എരിവും മധുരമുള്ള കുറേ വെറൈറ്റീസ്. ഇപ്പോൾ ലഡുവിൻ്റെ പൊടി, ബൂന്തി, പിന്നെ ഈ എന്താ പറയുക കുറച്ച് മിക്സർ, പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലാം കൂടി ചേർത്തിട്ടാണ് വണ്ടിപ്പലഹാരം എന്ന് പറയുക. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട സാധനമാണ് ഈ തേൻകുഴൽ. വെള്ളത്തിൽ ഇങ്ങനെ തിളച്ച വെള്ളത്തിൽ അതിനിങ്ങനെ വേവിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും, ഈ തേനിലേക്ക് മുക്കിയെടുക്കുന്നതാണ് പ്രോസസ്സ്. തേൻ ആ ചട്ടിയിലിരിക്കുന്നത് തേന് വെള്ളമാണ്. അപ്പോൾ അതിലിങ്ങനെ മുക്കിയെടുക്കുമ്പോൾ ഈ തേനത് അബ്സർവ് ചെയ്യും. അപ്പോൾ ആ തേനത് പിടിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു മധുരമുണ്ട്. വലിയ കുഴപ്പമില്ല കേട്ടോ ഈ സാധനം. ഇത് ഒരു 1-2 ആഴ്ച ഇരിക്കും. ഇത് ഉത്സവപ്പറമ്പിലെ ബെസ്റ്റ് ഒരു ഈ ഉത്സവം മേഖല. ഇപ്പോൾ എന്താ പറയുക, ഈ ഉത്സവ പറമ്പുകളുണ്ടല്ലോ, അവിടുത്തെ ഒരു പ്രധാന സംഭവമാണ് ഇപ്പോൾ അതൊരു ഫാഷനായിട്ടുണ്ട്. ഇപ്പോൾ എവിടെ ചെന്നാലും ഈ സാധനം കിട്ടും. പക്ഷേ അതിനൊരു ഭംഗിയുണ്ട്, പിന്നെ പലർക്കും ഇതൊരു ഗൃഹാതുരത്വമാണ്. ഇനി നമുക്ക് മുട്ടയും കട്ടനും അടിച്ചാലോ. കാടമുട്ട, അതിങ്ങനെ എന്താ പറയുക, ഒരു മുളകും ഒക്കെ ചേർത്തൊരു സംഗതിയാണ്. അപ്പോൾ അത് കാടമുട്ടയും കട്ടനുമാണ് അടുത്ത ഡിഷ്. അപ്പോൾ ഈ പിള്ളേർ കോളേജ് പിള്ളേരാണ്. അപ്പോൾ ഇടയ്ക്ക് അവർ ഈ എന്താ പറയുക, ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിയുള്ളൊരു സാഹസമാണ്. ഇത് രസം എന്നറിയാമോ, ഇതൊക്കെ ഞാൻ പകർത്തിയത് അവിടുത്തെ ഉത്സവ പറമ്പിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങളാണ്, വീഡിയോസാണ്. അപ്പം ഈ പിള്ളേരൊക്കെ ഈ പഠിക്കാനൊക്കെ വേണ്ടി സൈഡ് പോക്കറ്റ് മണിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് ഫേസ് കാണിക്കാൻ മടിയുണ്ട്. അതാണ് ആ പയ്യൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ഫേസ് കാണിക്കുന്നില്ല. അപ്പോൾ മാർച്ച് 30 തുടങ്ങി ഏപ്രിൽ 6 ഇത് അവസാനിക്കും കുരിശുമല. ഈ എന്താണ് കുരിശുമല സീസൺ. പൊക്കത്ത് കുരിശുമല കയറാം. ഇതിന് സമാനമായിട്ട് വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ വെറൈറ്റീസും ഉണ്ട്. തട്ടുദോശയുണ്ട്, ബെറോട്ട ബീഫുണ്ട്, നമ്മളെന്താണ് ഈ പറയുന്ന വണ്ടിപ്പലഹാരമുണ്ട്, ഹൽവ, പിന്നെ അങ്ങനെ തുടങ്ങി ഒരുവിധം ഭക്ഷണപ്രിയർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ഇത്തരം ഉത്സവപ്പറമ്പ്, പ്രത്യേകിച്ച് തെക്കൻ കുരിശുമല. അപ്പോൾ സമയം കിട്ടിയ കൂട്ടുകാർ കുരിശുമലയെ സന്ദർശിക്കുക. പിന്നെ
ആരോഗ്യത്തിന് നല്ലതാണ്. ഈ മലയിൽ നിന്ന് കയറി ഇറങ്ങിയാൽ ഒരുവിധം അത്യാവശ്യം കൊളസ്ട്രോളൊക്കെ മാറി കിട്ടും. രാത്രിയും കയറാം, പകലും കയറാം. പിന്നെ അല്ല, ശരിക്കുള്ള ആ ഒരു സീനിക് ബ്യൂട്ടി കാണണമെങ്കിൽ പകൽ കയറുന്നതായിരിക്കും നല്ല. ഉച്ചയ്ക്ക് വെയിലായിരിക്കും. എന്തായാലും ഒന്നുകിൽ അതിരാവിലെ കയറണം, അല്ലെങ്കിൽ ആ ഒരു ഈ പറയുന്ന ഉച്ച ഒരു 3 മണിക്കൂർ കയറിയപ്പോൾ 3 മണിക്കൂർ കൊണ്ട് കയറി ഇറങ്ങാം ഈ സംഗതി. ഇച്ചിരി ആരോഗ്യം വേണം എന്നതേ ഉള്ളൂ. അതായാലും നല്ലൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ നല്ല ഷോപ്പിങ്ങിനും വെറൈറ്റി ഫുഡ് കഴിക്കാൻ മടിക്കണ്ട. തെക്കൻ കുരിശുമല മാർച്ച് 30 തുടങ്ങി ഏപ്രിൽ 6 അവസാനിക്കും. ഓരോ വർഷവും ഇതുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും ഒരു പരിപാടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. സ്ഥിരം ഡയലോഗ് ഉണ്ടല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കാം. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ സി ഓഫ്.